ഓ നേരത്തെ എടുത്ത് വെച്ചിനാ. ആ വറ്റിപ്പോയല്ലേ. ഓ ഇത്രയും കാട്ടിന്റെ ഉള്ളിലാണെങ്കിലും വെള്ളമില്ല അല്ലേ ഇപ്പൊ? എന്തൊരു വെയിലാ. അതന്നെ ചൂട്. അതാണ് വെയിലല്ല അല്ലേ, ചൂട് കാരണമാണ് വെള്ളം വറ്റുന്നത് എന്നാണ് അമ്മമ്മ പറയുന്നത്. ഞാനിവിടെ വെച്ച് കണ്ട അമ്മമ്മയാണ്, ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആ അങ്ങ് പോണാ? ഓ വരാൻ പറ്റുമോ? ആ എന്നാ ഞാനിത് പിടിക്കാം, പൈപ്പ് ഞാൻ പിടിക്കാം. ക്യാമറയിൽ ഇത്ര ഭംഗിയില്ല, ബട്ട് നേരിട്ട് കൂടെ ഭയങ്കര രസം. ഞാനിപ്പം പെരുവയിലാണുള്ളത്. പെരുവയല്ല സ്ഥലത്തിൻ്റെ പേര് തെറ്റുമല്ലേ. അപ്പം ഞാനിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ അന്വേഷിച്ചിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റോഡിലൂടെ ഒരു അമ്മമ്മ പോകുന്നുണ്ട്. ഐ ഫോളോഡ് ഹെർ ആൻഡ് ഐ ഫൗണ്ട് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് ഇവരെ കയ്യിലൊരു അമ്മമ്മൻ്റെ കയ്യിലൊരു ഓസ് ഉണ്ട്. 2 ഓസും എടുത്തിട്ടാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് ഈ പുഴയുടെ സൈഡിലുള്ള നല്ല ഉറവുള്ളൊരു സ്ഥലമാണല്ലോ പുഴയുടെ അടിയിലൊക്കെ. അപ്പം അവിടെ അവർ കുഴി കുഴിച്ച് അതിൽ നിന്നാണ് വീട്ടാവശ്യത്തിനുള്ള വെള്ളം ശേഖരിക്കുന്നത്. അപ്പം അവിടെ ഈ പൈപ്പ് മാറ്റി കുത്താനോ എന്താ പരിപാടി എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അതിന് വേണ്ടി പോവുക ചെയ്യുന്നത്. ഓ വെള്ളമായിട്ടല്ലേ ചെരുപ്പിൽ ഊരിപ്പോ. ഇത് ഈറ്റേൻ്റെയാ? ഈറ്റയാ ഇത്? ഇത് ഓടല്ലേ? അതന്നെ ഓടപ്പൂ ഉണ്ടാക്കുന്നേ. ഓ ഇതിപ്പോ വീടുന്ന് കൊണ്ടുവന്നല്ലേ? പെരുവ ഭാഗത്തുനിന്നാന്ന് പറയുന്ന വെക്കാം. അപ്പൊ പൈസ തരുവാ? ഓ ഇത് ആരതും അല്ലല്ലോ അല്ലേ? ഫോറസ്റ്റിന്റെ. ആ ഫോറസ്റ്റുകാരോട് ചോദിക്കുമല്ലേ. മഴ പ്രളയത്തിന്റെ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു. ഓ ഇതെല്ലാം അന്നേരത്ത് വന്നല്ലേ? അതെ പണ്ട് പിന്നെ കിണറില്ലെങ്കിലും വെള്ളത്തിന് ക്ഷാമമില്ലെങ്കിലും ഒരു ചെമ്പിൽ വെള്ളം എടുത്തോണ്ട് പോയിട്ട് നമ്മള് തേറ്റി കളയും, ചോറ് വസ്ത്രം എല്ലാം ആവും. ഇപ്പൊ നമ്മക്ക് ഇങ്ങനെ വെള്ളം കിട്ടിയിട്ട് തികയുന്നില്ല. പിന്നെ ഒന്നാമത് എനിക്ക് ഞാൻ പോകുന്നതാണ്. എൻ്റെ പൈപ്പൊക്കെ വെള്ളം കൊടുത്തതിന് 3 വർഷത്തേക്ക് വെള്ളം പോകണം. പശു ഉണ്ടല്ലേ? അവർക്കിങ്ങനെ കയറ്റുന്ന വെള്ളം വലിച്ചിട്ട് അങ്ങ് ആദ്യം വെക്കുമ്പോഴേക്കും എൻ്റെ തേൻ തീരുന്നു. അതാണ് ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടെന്നുള്ള ആദ്യത്തിൽ പോകാൻ നോക്കണേ. എന്നാലും ഇന്നൊക്കില്ല വെള്ളം. ഇന്നൂടി കഷ്ടപ്പെട്ടിരുന്നു. കീല് വന്നാ പോരേ അമ്മൂമ്മേ? ഓ അതാ കൊണ്ട് അല്ല ഈ റൂട്ട് വന്നാ മയ്യേനോ? ഇനിയില് പോരെ നോക്കണം. അല്ല മക്കളുടെ വീട്ടിൽ വന്ന് അമ്മൻ്റെ മക്കൾക്ക് ആർക്കും ഇതൊന്നും ശീലമില്ല എന്നാണ് പറയുന്നത്. മീൻ പിടിക്കുന്ന സ്ഥലാ? ഓ മീനുണ്ടാവുക?
അത് നന്നായി അമ്മമ്മ പോകുന്നുണ്ട്. പിള്ളമാരെല്ലാം ആയിരിക്കും അല്ലേ? നല്ല പാടുള്ള സ്ഥലത്ത് അമ്മമ്മ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയണത്. എന്നിട്ട് അമ്മമ്മ വയസ്സായ അമ്മമ്മ പോവുകയാണ്. അതും കുഴപ്പമില്ല. അതിലൂട്ടേനും എളുപ്പം. ഇഷ്ടംപോലെ മീൻ. അതൊരു ഉറവാണ്. ഇത് കുറവ വരുന്നു തോന്നുന്നു. ഒരു മാസാ വറ്റിപ്പോവും. അയ്യോ, വറ്റിപ്പോവാ. ഓ, വേറെ പൈപ്പ് കണക്റ്റാക്കി കൊടുക്കണം അല്ലേ? ഇവിടുന്ന് ഇട്ടെ മോന് അമ്മ ആദ്യം വേഗം വെറ്റിപ്പോവും. ഇനിയും പറഞ്ഞിട്ട് മോനപ്പാട് വലിച്ചിട്ട് അങ്ങ് മേലെ കൊണ്ടുപോയി. കുറച്ച് നാളത്തേക്കല്ലേ അല്ലേ? ഇപ്പൊന്നും പറ്റൂലായിരിക്കും. ഞാൻ കൊല്ലത്തലോ ഒരു മാസം ഞാൻ പൈപ്പ് മാറ്റി കഴിയും. പുതിയ പൈപ്പ് വാങ്ങുവാ? അങ്ങനെയല്ല, പിന്നെ വെള്ളം മാറ്റി കുത്തിക്കളി മാറ്റിയിട്ട് വെക്കും. ആ, അപ്പോൾ ഇനി വെള്ളം വരുന്നാലും നമുക്ക് ഇടാൻ പറ്റില്ല. കുഴിക്കണത് നിങ്ങൾ എവിടെയും തന്നെ പറഞ്ഞു? ഞാൻ മണ്ടോത്ത്. മണ്ടോത്ത് ഇവള് ഈ ധന്യേച്ചിന്റെ ബന്ധുവാ. സന്തോഷേട്ടൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെ പോയെന്നറിയാം. ഞാൻ അടുത്ത് തരണോ കല്ല്? എന്തെന്ന്? ആ, അതിന്റെ പേരുന്ന് ചെമ്പൂർണ. കാണലുണ്ട്, അതിന്റെ പേരൊന്നും അറിയില്ല. അമ്മക്കെല്ലാം അറിയായിരിക്കും. മീനുണ്ട് ഇതിന്റെ കേട്ടല്ലേ? മങ്ങലൊന്നും കഴിച്ചിട്ടില്ല. റേഞ്ചൊന്നും ഇല്ലല്ലേ ഫോണിനൊന്നും? നമ്മളാൾക്കാർ കല്യാണത്തിന് എന്തേലും പറയല്? അല്ല, വേറെന്തോ പറയില്ലേനാ? എന്തോ ഒന്ന് പറയുന്നത് കേക്കലുണ്ട്. പൊമ്പാച്ചി. അതിന് അമ്മയൊക്കെ ഒരിക്കൽ പറയുന്ന കേക്കാം. പണ്ടത്തെ ഇപ്പൊ ഒന്നും ആരും പറയില്ലെന്ന് തോന്നുന്നല്ലേ? എന്തെല്ലാം ഭാഷയെല്ലാം മാറി.
കല്യാണം വിളിക്കാൻ വരുമ്പോ അങ്ങനെ ആയിരിക്കും പറയല്ലേ. അങ്ങനെ കല്യാണം കത്തൊന്നുമില്ല. വന്ന് പറയും. വന്ന് പറയാന്ന് വെച്ചാൽ വെത്തല വെത്തില്ലല്ലോ. വെത്തല 7 വെത്തല ഇടുന്നു. വെത്തല 7 വെത്തല കെട്ടിയിട്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് ഒരു കെട്ട്, ഭാര്യയൊക്കെ ഒരു കെട്ട്. അങ്ങനെയാണ്. മറ്റേ ഇതൊന്നും വിളിക്കല് കത്തൊന്നും ഇല്ലല്ലേ. ഭർത്തലൊന്നുമില്ല. ആ വെത്തല മക്കളുണ്ടെങ്കിൽ ഇത് അപ്പനെ ഓർത്തോട്ട് മട്ടൻ പറഞ്ഞിട്ട് പോകും. ഞാൻ ആ കല്ല് പരിച്ചു നോക്കാം. പേടിച്ചോടെ മോളെ. അത് കുറച്ചാളുള്ളൂ, നോക്കി നോക്കാം. ഈ ചേരലുള്ള കാടാണെങ്കിലേ അതിന്റെ ഒരു വെള്ളം കുടിക്കുമ്പോ ചൊറിയൂല. കൊള്ളു. പക്ഷെ അത് വേറെ ഉങ്ങിന്റെ പേരാ എന്തോ ഒരു വേറൊരു ചെടി നല്ലതാന്ന് പറയുന്ന. അതെ, നമ്മൾ കുടിക്കുന്ന മരത്തിൻ്റെ എന്ന് വെച്ചാൽ മരല്ല, വേര്. വേരെന്ന് വെച്ചാൽ വള്ളി. ഇതേപോലെ വള്ളി കൊത്തി അത് ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിന്. അത് കൊത്തുമ്പോ അതിന്റെ അടിയിൽ വെള്ളം കിട്ടും അല്ലേ. ചുട്ടിട്ട് വള്ളി എന്ന് പറയും. എന്ത് വള്ളി? ചുട്ടൂട്ട് വള്ളി. ചുട്ടൂട്ട് വള്ളി. അതന്നെ. അത് കൊത്തിട്ട് വെള്ളം ഇവിടെ കൊത്തിട്ട് വെള്ളം കുടിക്കാൻ പറ്റും. കാട് കൂടെയെല്ലാം പോയാലേ, വെള്ളം ഇല്ലാത്ത കാലത്ത് പോയാല് അത് കൊത്തിയിട്ട് വെള്ളം ദാഹത്തിന് അത് കൊത്തും. അപ്പം ദാഹം മാറി. അത് ഇവിടെ ഉണ്ടാവളി? ഇവിടെ അടുത്തിട്ടുണ്ടാ? ഇവിടെ ഉണ്ടാവും. എൻ്റെ പേരൻ്റെ ഒരു അതിങ്ങനെയാണ്. ഇപ്പം ഈ ഫോറസ്റ്റുകാര് കേസാവും അല്ലേ? അല്ല, വള്ളിയെല്ലാം കൊത്തിയിട്ട് നാശമായി കഴിഞ്ഞു. ഓ, ഫോറസ്റ്റുകാര് മുറിച്ചു കളഞ്ഞു. വള്ളിയെല്ലാം കൊത്തിയോണ്ടല്ലോ ഇപ്പൊ കുരങ്ങുകളെല്ലാം നമ്മുടെ വീട്ടിലെല്ലാം വന്നിട്ട് ഇറങ്ങറാക്കുന്നു. ഓ, അതെന്തിനാ അവര് കൊത്തുന്നത്? പിന്നെ അവരെ പോസ്റ്റല്ലേ. അപ്പൊ മരത്തിന് പറന്നു പോയാലും ആ മരം വളർച്ച കുറവല്ലേ, അതിന് വേണ്ടിട്ട്. ജോയിന്റ് വരെ എടുക്കാണ്ട് പോകുന്നു. ഓ, അനിയപ്പം എങ്ങനെയാ ജോയിന്റ് ആക്കുക? അമ്മൂമ്മേന്റെ പേരെന്തേനോ? മാധു. സന്തോഷേട്ടന്റെ അമ്മേന്റെ പേര് മാധു തന്നെയല്ലേ? കൊലം അമ്മ മണാളി, അച്ഛൻ പാലുമ്മ. അതന്നെ. ആ, ഇനിയാടൻ. ഇനിയാടൻ, തെനിയാടൻ, എത്ര ഉണ്ടല്ലേ. എന്നെ വിളിക്കുന്നുണ്ടോളൂ പിള്ളേർ. ആവാ, ഇനി വെള്ളം പോയിക്കോളുവാ. ആയിട്ടുണ്ടെങ്കിൽ ഭാഗ്യല്ലേ. കുറച്ചും കൂടി താത്തണം അമ്മൂമ്മേ, വറ്റിപ്പോയാലോ. എന്നാ പേരെന്നാ? നിഖിലല്ലേ? എനക്കറിയില്ല. ഇലക്ട്രിക്കൽ പണിയല്ലേ, ഇലക്ട്രിക്കൽ വർക്ക്സിന് പോകുന്ന നിഖിലിനെ എനിക്കറിയില്ല. അത് അന്വേഷിക്കാർക്ക് അറിയായിരിക്കും. എനക്ക് ഇങ്ങനെ ഞാൻ എപ്പെങ്കിൽ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. കൊളപ്പയിലേക്ക് ദൂരമുണ്ട്. അടുത്തൊരു ഏച്ചി ഉണ്ട് ഞങ്ങളുടെ നാട്ടില്, അമ്പിളി എന്ന് പറയുന്നത്. വേറെ കാര്യങ്ങളൊന്നും അറിയില്ല അമ്മമ്മ. പേരും ഇത് മാത്രമേ അറിയൂ. അച്ഛൻ്റെ അമ്മേൻ്റെ ഒന്നും പേരറിയില്ല. അറിയില്ല.
ഉത്സവമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊണ്ടുപോയിരിക്കും അല്ലേ? ആ അതവിടെ പൂട്ടുമല്ലേ? ഞാൻ വെച്ച് എല്ലാം ഒഴിച്ചു വെള്ളമെല്ലാം ഒഴുകിപ്പോയാല് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ല ഉറവയുണ്ട്. ആ അങ്ങനെ കല്ലെടുത്ത് വെക്കുമ്പോൾ താന്നോളൂ. ഒരു കുപ്പി കൊണ്ട് ഇടണം, അല്ലെങ്കിൽ കാട്ടെല്ലാം ഇതാവില്ല. കുപ്പിയാ? കുപ്പി ഈന് കൊണ്ടിട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് ചപ്പും ഇതെല്ലാം നമുക്ക് അങ്ങ് വരില്ല. അങ്ങോട്ട് നിങ്ങൾക്ക് കാര്യം അങ്ങനെയാണ്. നാട്ടിൽ നാളെയാണ് നമുക്ക് പണിക്ക് പോകുന്നുണ്ട്, സമയമില്ല. ഇന്ന് ഞായറാഴ്ച ആയിട്ട് തൊഴിലുറപ്പുണ്ടല്ലേ? ആ നമ്മളും തൊഴിലുറപ്പ് പോകുന്നുണ്ട്. ഇവിടെ എന്തെന്നാ നേരത്തെ ഇപ്പൊ പണി? കയ്യാലല്ലേ? നമ്മളെ അമ്മയെല്ലാം അങ്ങ് പിന്നെ അമ്മ ഇപ്പം പോക്കില്ല. നാളെ ആറ്റും തുടങ്ങും, നാളെ മറ്റന്നാളായിട്ടും തുടങ്ങും പോലും. വന്നില്ലല്ലോ? ഇല്ല ഇല്ല, നമുക്ക് വന്നിട്ട് ഒരാഴ്ച ഉള്ളൂ. ആ അതെന്നാ പിന്നെ എല്ലായിടത്തും ഒരു ഏകദേശം ഒരേ സമയത്ത് തന്നെ. ഒരാഴ്ച ഉള്ളൂ. പെട്ടെന്നും വേണ്ട, വൈകുന്നേരം ആയില്ലേ. ഇനിയിത് വെള്ളം വന്നോളൂല്ലേ? ഓ വിളിച്ചു ചോദിക്കാനും പറ്റില്ലല്ലോ അല്ലേ? അമ്മൂമ്മേൻ്റെ ഭർത്താവ് ഉണ്ടോ ഇപ്പൊ? നടക്കാനാവുക? അയാൾ വീണിട്ട് കാല് അങ്ങനെ വടിയും കുട്ടിക്കാറില്ല എന്നെ പറയുന്നു. എനിക്ക് 2 മക്കളേ ഉള്ളൂ. രണ്ടാ? ആണും പെണ്ണാ? തമിഴ്നാട്ടിലോ? അത് അങ്ങ് ഓ ഉണ്ടോ? ആ എന്നാല് ഭർത്താവും ഉണ്ട്? ഭർത്താവില്ല, ഭർത്താവിന് പണിയുണ്ട്. അത് കാരണം കുട്ടികളോടുണ്ട്. കുട്ടികളെല്ലാം അപ്പൊ തമിഴാ പറയാ? ഒന്നാണ് തീരെ അറിയില്ല നമ്മളെ മലയാളം. സ്നേഹിച്ച് കെട്ടിയതാ അങ്ങ്? സ്നേഹിച്ച് കെട്ടിയതാ അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് കൊടുത്തതാ? കൊടുത്തത് അവര് വന്നിട്ട്. ഓ ഈലൂട്ട് ആടൊക്കെ അനക്കയിലോട്ട് വരാൻ പറ്റില്ല അമ്മ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഞാൻ ഇറങ്ങി. ആരാണെന്നൊന്നും അറിയില്ല. ഞാൻ അമ്മമ്മ വരുമ്പോൾ ഇങ്ങനെ ബേക്കിൽ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അമ്മ എന്നാ ഞാൻ നടക്കട്ടെ? ആ ശരി, കാണാട്ടാ. പറയാ. അയ്യോ, അമ്മമ്മ ഈസി ആയിട്ട് നടന്നു. എനിക്കാണ് നടക്കാൻ പറ്റാത്ത. മിക്കവാറും ചിക്കു തന്നെ ചെക്ക് എന്നെ വഴക്ക് പറയും. ആരൊക്കെയോ സംസാരിക്കുന്ന ഒച്ചയൊക്കെ ഉണ്ട്. കുട്ടികളാണോ നോക്ക്. ഇവിടുന്നാണ് ഇരുന്നേ. കുറച്ച് നേരം കുറച്ച് വീമ്പടി കേൾക്കാം. ക്യാൻ വെച്ചിട്ടാ? ഇല്ല, കൊറേ നേരം വിളിച്ച്. പറ. നിങ്ങളോട് ഇന്നലെ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തന്നില്ലേ? പഠിപ്പിച്ചു തന്നില്ലേ? താങ്ക് യു. ബാബാ
ആ ഇവര് രണ്ടാളെ വെച്ച് ഇന്നലെ ഞാൻ വണ്ടി കൊണ്ടുവന്നില്ലേ, ഇവര് രണ്ടാളും ഐസ് വനക്ക് കയറാണ്ട് രണ്ടാളും ബോൾ ഐസ്ക്രീം 20 ഉറുപ്പിക എടുത്ത് കൊണ്ടുവന്നു. ദുഷ്ട. ഓക്കെ ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഓ അത് ലൂസായിരിക്കും. വരൂലേ? ആ അത് കണക്കാകുന്നുണ്ടല്ലേ. അത് കുറച്ച് പൊന്തിച്ച് വെച്ചാൽ മതി ആടാ. അല്ല കിണറ്റില് ആടെ അങ്ങനത്തെ ഇങ്ങനെ ഇതൊന്നും ഇല്ല. കുണ്ടെല്ലാം വേഗം പറ്റിപ്പോവും.